മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സ്വാമിയും ലേഖയും മഹിയും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. സ്വാമി ലേഖയോട് കുട്ടികളുണ്ടോ എന്ന് അന്വേഷിക്കുന്നതോടെയാണ് ഇവരുടെ സംഭാഷണം ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് കുട്ടികളില്ലേ? ലേഖ മറുപടി പറയാണ്, ഇല്ല സ്വാമി. സ്വാമി, എൻ്റെ കയ്യിൽ ഒരു ഔഷധം വരുന്നുണ്ട്, അത് ഞാൻ തരാം. അത് കഴിച്ചാൽ കുഞ്ഞുങ്ങളുണ്ടാകും. അതിനുശേഷം എൻ്റെ ആശ്രമത്തിലോട്ട് വരണം. ഇത് കേട്ട് ലേഖ സന്തോഷത്തോടെ പറയാണ്, കാര്യം നടക്കുമെന്നുണ്ടെങ്കിൽ എവിടെ വരാനും തയ്യാറാണ് സ്വാമി. ലേഖയെ സ്വാമി മോശമായ രീതിയിൽ നോട്ടം നോക്കുമ്പോൾ മഹിക്ക് സംശയം തോന്നുകയും മഹി ഇടപെടുകയും ചെയ്യുന്നു. മഹി പെട്ടെന്ന് സ്വാമി എന്ന് വിളിക്കുന്നു. സ്വാമി പെട്ടെന്ന് നോട്ടം മാറ്റി, ഞാൻ മോളെ നോക്കി പ്രാർത്ഥിക്കുകയായിരുന്നു, നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാവാൻ ഞാൻ സഹായിക്കാം. സ്വാമിക്ക് മഹി പണം കൊടുക്കാനാവുമ്പോൾ സ്വാമി അത് നിരസിക്കുന്നു. സ്വാമി പറയാണ്, ഞങ്ങൾക്ക് പൈസയൊന്നും വേണ്ട. അന്തരീക്ഷത്തിൽ നിന്നും ഭസ്മം എടുക്കുന്നത് പോലെ തന്നെ എനിക്ക് പൈസയും എടുക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ അതിനല്ലല്ലോ നമ്മൾ ഈ സർവശക്തിന് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അടുത്ത രംഗത്തിൽ പ്രതാപനും കരുണയും മുത്തശ്ശിയും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് കാണിക്കുന്നത്. കരുണ പ്രതാപനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നതാണ് ഈ രംഗത്തിൽ കാണിക്കുന്നത്. കരുണ പറയാണ്, കാര്യങ്ങളൊക്കെ എന്തായി? പ്രതാപൻ, എന്താണെങ്കിലും ഈ ഓണത്തിന് മുമ്പ് എല്ലാ കാര്യങ്ങളും സാധിച്ചു തരും മോളെ. മോൾ നോക്കിയിരുന്നു. മുത്തശ്ശി ഇതിനിടയിൽ പ്രതാപനോടായിട്ട് പറയാണ്, നീ പറഞ്ഞതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ ഇനിയും എന്നെ മോളെ വിഷമിപ്പിക്കാനായിട്ട് പറ്റില്ല. ഇത് കേട്ട പ്രതാപൻ പറയാണ്, ഇനിയൊന്നും വിഷമിക്കേണ്ട ആവശ്യം വരില്ല. അവളുടെ കുഞ്ഞില്ലാത്തതായി അവൾ നെഞ്ചത്തിട്ട് അടിച്ചു കരയാനായിട്ട് പോവുകയാണ് അമ്മേ. ഇനി സമാധാനമായിട്ട് നമുക്കിരിക്കാം. അടുത്ത രംഗത്തിൽ പ്രതാപനും ജാനമ്മയുടെ മകനും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. പ്രതാപൻ പറയാണ്, ഇപ്പോൾ നിനക്ക് മാത്രമേ എന്നെ സഹായിക്കാനായിട്ട് പറ്റുകയുള്ളൂ. നീ വിചാരിച്ചാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. ഇത് കേട്ട് ജാനമ്മയുടെ മകൻ പറയാണ്, ഇപ്പോൾ ഞാൻ ആരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്? പ്രതാപൻ, ആ കുഞ്ഞിനെ തന്നെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. നിന്റെ അമ്മയെ കൊണ്ട് നിസ്സാരമായിട്ട് അത് ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ട് അമ്മയെ കൊണ്ട് അത് പറഞ്ഞ് ചെയ്യിപ്പിക്കണം. ജാനമ്മയും മകനെയും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. മകൻ ജാനമ്മയെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. മകൻ പറയാണ്, അമ്മ ഞാൻ പറയുന്നത് പോലെയൊക്കെ ചെയ്യണം. നല്ല രീതിക്ക് നമുക്ക് പൈസ കിട്ടുന്ന കാര്യമാണ്, ലക്ഷങ്ങൾ തന്നെ കിട്ടും. ഇത് കേട്ട് ജാനമ്മ വിഷമത്തോടെ പറയാണ്, എൻ്റെ മോനെ, അതൊരു കൊച്ചു കുഞ്ഞാണ്, അതിന് ഞാൻ എങ്ങനെയാണ് നശിപ്പിക്കുന്നത്? മകൻ, അമ്മ ഇവിടെ ആർക്കും ഒരു സംശയവുമില്ല, അതുകൊണ്ട് ഇത് നിസ്സാരമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് കേട്ട് മനസ്സില്ലാ മനസ്സോടെ ജാനമ്മ സമ്മതിക്കുന്നുണ്ട്. അടുത്ത രംഗത്തിൽ കണ്ണനും കരുണയും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. കണ്ണൻ കരുണയുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്നു. നീ എന്തിനാണ് അവിടെ വന്നത്? കുഞ്ഞിനെ കാണാനായിട്ട് എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി തന്നെയാണോ നീ വന്നത്? ഇത് കേട്ട കരുണ പറയാണ്, അതെന്താ കണ്ണേട്ട അങ്ങനെ പറയുന്നത്? എനിക്ക് കുഞ്ഞിനെ കാണാൻ ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ വന്നത്. അതുകൊണ്ട് കണ്ണേട്ടൻ വിചാരിക്കുന്നതൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിനായി എല്ലാവരും കാത്തിരിക്കുക.